ഹലോ എവ്രിവൺ, നമുക്ക് ഉലുവച്ചീര പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കറി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം കാണാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും പരിപ്പ് വേണം, പിന്നെ ഉലുവച്ചീരയും വേണം. ഉലുവച്ചീര നന്നായിട്ട് ഞാൻ കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ വേണ്ടത് പരിപ്പ്, 2 തരം പരിപ്പ് എടുത്തിട്ടുണ്ട്. മസൂർ ദാലും പിന്നെ ചെറുപയർ പരിപ്പും. അത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കറിൽ ഒരു 3 വിസിൽ അത്രയും മതി. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 ചെറിയ സവാള, 1 തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകം, നമ്മുടെ സാദാ ജീരകം. ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണയായാലും മതി കേട്ടോ, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് ചൂടാവുമ്പോൾ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങിക്കോട്ടെ. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് കളറ് മാറാൻ തുടങ്ങുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം കൂടി തക്കാളിയിൽ നന്നായി മൂക്കട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്ക് ഉലുവച്ചീര ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഉലുവച്ചീര നന്നായിട്ട് മിക്സായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പരിപ്പ്, അത് ചേർത്ത് കൊടുത്തു. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അടച്ചൊന്നും വയ്ക്കണ്ട, നമുക്ക് ചെറിയ തീയിൽ തന്നെ ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക. ഞാനിത് കട്ടിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പരിപ്പ് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്യുക. നമ്മുടെ ഉലുവച്ചീര പരിപ്പ് കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു. ബൈ.